വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫെബ്രുവരി 15 നടന്ന 1059/2025 എന്ന ചോദ്യപേപ്പർ കോഡോട് കൂടിയ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അതിൻ്റെ ഓപ്ഷൻസോട് കൂടി പഠിച്ചു പോകാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. നമ്മുടെ വീഡിയോസൊക്കെ കാണുക. കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 1059/2025 എന്ന ചോദ്യപേപ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാങ്കിങ്ങിലെ ഭാഗമാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് പറയണത് ബാങ്കിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, ഫോർ വിച്ച് ഓഫ് ദ ഫങ്ഷൻ ഓഫ് ദ ബാങ്ക് KYC നോംസ് ആർ ആപ്ലിക്കബിൾ. അപ്പോൾ KYC ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഫോർ വിച്ച് ഓഫ് ദ ഫങ്ഷൻ ഓഫ് ദ ബാങ്ക് KYC നോംസ് ആർ ആപ്ലിക്കബിൾ. ബാങ്കിൻ്റെ KYC നോംസ് ആപ്ലിക്കബിൾ ആയ സാഹചര്യം ഏതാണ്? ഫോർ ഓപ്പണിംഗ് ന്യൂ അക്കൗണ്ട്സ്, ഫോർ ഗീവിംഗ് ലോൺസ് ടു ന്യൂ അക്കൗണ്ട്സ്, ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് NPA അക്കൗണ്ട്സ്, ഫോർ സ്റ്റോക്ക് ആൻഡ് സെക്യൂരിറ്റി വെരിഫിക്കേഷൻ. ഏത് സന്ദർഭത്തിലാണ് KYC നോംസ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക? നമ്മുടെ കയ്യിൽ നിന്ന് ആധാർ കാർഡിൻ്റെ കോപ്പി വാങ്ങിക്കും, പാൻ കാർഡിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് വാങ്ങിക്കും അല്ലേ, കോപ്പി വാങ്ങിക്കും, പിന്നെ ഫോട്ടോ വാങ്ങിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായിട്ട് KYC നോംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണക്കാർ കൊടുക്കുന്നത് ബാങ്കിൽ അല്ലേ. അപ്പോൾ KYC നോംസ്, KYCയിൽ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് മാത്രമൊന്നുമല്ല, വേറെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് അതുമായി ബന്ധപ്പെട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. സാധാരണയായിട്ട് ആളുകൾ കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോഴാണ് നമ്മുടെ അതിൽ നിന്ന് ഇതൊക്കെ വാങ്ങിക്കുക. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ A ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഫോർ ഓപ്പണിംഗ് ന്യൂ അക്കൗണ്ട്സ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വാങ്ങിക്കുന്നത്. ലോൺ കൊടുക്കുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കേണ്ട സാഹചര്യം ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ NPA ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഡോക്യുമെൻറ്റ്സ് KYC നോംസ് വേണോ? വേണ്ട. അതൊന്നുമല്ല. അതിൻ്റെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്കും സെക്യൂരിറ്റിയും വെരിഫിക്കേഷന് വേണ്ടിയിട്ടും KYC ഒന്നും വാങ്ങുന്നില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരം വരുന്നത് ഓപ്ഷൻ A ആണ്. ഫോർ ഓപ്പണിംഗ് ന്യൂ അക്കൗണ്ട്സ് എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ആസ് പെർ KYC AML. എന്താണ് AML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി മണി ലോണ്ടറിങ് ആണ്. അതിൻ്റെ ഗൈഡ് ലൈൻസിൽ വാട്ട് ഈസ് ദ മിനിമം റിട്ടൻഷൻ പീരിയഡ് ഫോർ ട്രാൻസാക്ഷൻ റെക്കോർഡ്. ഈ റെക്കോർഡിൽ അതായത് ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് എത്ര നാൾ റീറ്റെയിൻ ചെയ്തു വെക്കണം എന്നാണ് KYC AML ഗൈഡ് ലൈൻസ്. പൊതുവെ KYC AML ഗൈഡ് ലൈൻസിനെ കുറിച്ച് നമ്മൾ PMLലേക്ക് തന്നെ സ്വന്തമായിട്ടൊരു ആക്ട് തന്നെയുണ്ട്. ആക്റ്റും റൂൾസും ഉണ്ട് കേട്ടോ. അതായത് പ്രിവെൻഷൻ ഓഫ് ആൻറ്റി മണി ലോണ്ടറിങ് ആക്ടിന് സ്വന്തമായിട്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് ആക്ട് ഉണ്ട്, പിന്നെ റൂൾസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ RBIയുടെ ആക്റ്റിൽ തന്നെ ധാരാളം റെഗുലേഷൻസും ഗൈഡ് ലൈൻസും RBI ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിന് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതിലാണ് പറഞ്ഞിട്ടുള്ളത് എത്ര കാലം സൂക്ഷിക്കണം എന്നത്. അപ്പോൾ 5 വർഷമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 5 വർഷമാണ്. പക്ഷേ ചില കേസസിൽ 10 വർഷം എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ മിനിമം എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ 5 വർഷമാണ് മിനിമം. അതായത് ദ റിട്ടൻഷൻ പീരിയഡ് ഈസ് ജനറലി 5 years ആഫ്റ്റർ ദ എൻഡ് ഓഫ് എ ബിസിനസ് റിലേഷൻഷിപ്പ് ഓർ ദ ഡേറ്റ് ഓഫ് ആൻ ഒക്കേഷണൽ ട്രാൻസാക്ഷൻ. ഹവർ എന്നിരുന്നാലും ദർ ആർ സെർട്ടൻ ചില സർക്കംസ്റ്റാൻസസ് ഉണ്ട്. 4th ഉം 5th ഉം AMLD അങ്ങനെ പറയുന്നുണ്ട്. ഒരു പോസിബിൾ എക്സ്റ്റൻഷൻ എത്ര കൊടുക്കാം? 5 അഡീഷണൽ ഇയേഴ്സും കൂടി കൊടുക്കാം. അങ്ങനെ മാക്സിമം 10 ആക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട് മിനിമം റിട്ടൻഷൻ പീരീഡ് എത്രയാണ്. അപ്പോൾ മിനിമം റിട്ടൻഷൻ പീരീഡ് എത്ര തന്നെയാണ്? 5 years തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ KYC നോംസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ KYC നോംസിൽ KYC നോംസ് എന്ന് നമുക്ക് ഒരു മനസ്സിൽ ഓർമ്മ വരുമ്പോൾ അതായത് കുറച്ച് ഫാക്ട്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ KYCയിൽ ആദ്യം നോക്കുന്നത് കസ്റ്റമറുടെ ആക്സെപ്റ്റൻസ് പോളിസിയാണ്. ഫസ്റ്റ് നോക്കുന്നത് എന്താണ്? കസ്റ്റമറുടെ ആക്സെപ്റ്റൻസ് പോളിസി നോക്കും. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ് നോക്കും. എന്താ നോക്കുക? കസ്റ്റമറുടെ ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ് നോക്കും. പിന്നെ മൂന്നാമതായി വരുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ റിസ്ക് മാനേജ്മെൻ്റ് ആണ്. തീർച്ചയായിട്ടും KYC നോംസ് റിസ്ക് ഇൻക്ലൂഡഡ് ആണ്. അത് കാറ്റഗറി ഉണ്ട്. ഓരോ
കസ്റ്റമറും. ഇപ്പോൾ ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ അയാൾക്കുള്ള റിസ്ക് ആയിരിക്കില്ല ഒരു സാലറീഡ് എംപ്ലോയിക്ക് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വ്യത്യസ്തമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് നോക്കണം. പിന്നെ അതുകൂടാതെ മോണിറ്ററിങ് ഓഫ് ട്രാൻസാക്ഷൻസ്, അവർ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് മോണിറ്റർ ചെയ്യണം. എങ്കിൽ മാത്രമല്ല അവർ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മോണിറ്റർ ചെയ്യും വേണം. അപ്പോൾ ഇതൊക്കെ ഈ KYC നോംസിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്നൊന്നും കൂടി പറയാം. കസ്റ്റമർ ആക്സെപ്റ്റൻസ് പോളിസി ഉണ്ട്, പിന്നെ കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ പ്രൊസീജിയർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ട്, പിന്നെ മോണിറ്ററിങ് ഓഫ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഈ ഒരു KYCയുടെ പ്രോസസ്സാണെന്ന് തന്നെ പറയാം. KYC സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 5 ഇയേഴ്സിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ മച്യൂർഡ് ആയിട്ടുള്ള ടേം ഡെപ്പോസിറ്റ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നാണ്. മച്യൂർഡ് ആയിട്ടുള്ള ടൈം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടേം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FDസും അങ്ങനത്തെ കാറ്റഗറിയാണല്ലോ ടേം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ. RD ഒക്കെ പോലത്തെ കാലയളവ് പറയുന്ന ഡെപ്പോസിറ്റുകൾ അത് ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്. അത് മച്യൂർഡ് ആയില്ലോ. മച്യൂർഡ് ആയെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ആ ഡേറ്റ് കഴിഞ്ഞു. അപ്പം മെച്ചുവേർഡായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഡെപ്പോസിറ്റ്. അപ്പോൾ ആ കിടക്കുമ്പോൾ നമുക്കറിയാം, കിടക്കുമ്പോഴത്തെ പ്രത്യേകത എന്താ വെച്ചാൽ കസ്റ്റമർ എപ്പോൾ വന്ന് ചോദിച്ചാലും അത് എടുത്തു കൊടുക്കണം. അത് നാളെ വരൂ മറ്റന്നാൾ വരൂ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഓൾറെഡി മെച്ചുവേർഡ് ആയതാണ് അല്ലേ. അപ്പോൾ ഡേറ്റ് കഴിയുന്നതിന് മുമ്പാണെങ്കിൽ പറയാം ഡേറ്റ് കഴിഞ്ഞിട്ട് വരുമെന്ന്. പക്ഷെ അത് പറ്റില്ല. ഡേറ്റ് കഴിഞ്ഞ് കിടക്കുന്ന സാധനമാണെങ്കിൽ അവർക്കതൊരു ഡിമാൻഡ് ഡെപ്പോസിറ്റാണ്. എപ്പോൾ ഡിമാൻഡ് ചെയ്താലും കൊടുക്കണം. അതുകൊണ്ടാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മച്യൂർഡ് ടേം ഡെപ്പോസിറ്റ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക? ടേം ഡെപ്പോസിറ്റ് ആയിരുന്നു പക്ഷേ മച്യൂർഡായി. പിന്നെ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ആണോ ചോദിച്ചാൽ, കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ഒരു ഗ്യാരണ്ടി ഒക്കെ പറയുന്ന കേസിലാണ് കൂടുതലായിട്ട് കണ്ടിൻജൻറ്റ് ലയബിലിറ്റിയുടെ കാര്യങ്ങൾ പറയാറ് കേട്ടോ. അപ്പോൾ ഇവിടെ ഡിമാൻഡ് ഡെപ്പോസിറ്റാണ്. മച്യൂർഡ് ടേം ഡെപ്പോസിറ്റ് ഏത് വിഭാഗത്തിലാണ് പെടുത്തുക? ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ വിഭാഗത്തിലാണ് പെടുത്തുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വിച്ച് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് അലൗസ് ദ എൻഡോസർ ടു കൺവേർട്ട് ഇറ്റ് ടു എ സ്പെസിഫിക് പേ ലേറ്റർ? എൻഡോഴ്സ്മെൻറ്റ് ഇൻ ബ്ലാങ്ക് ആണോ, എൻഡോഴ്സ്മെൻറ്റ് ഇൻ ഫുൾ, ഫാക്കൾട്ടേറ്റീവ് എൻഡോഴ്സ്മെൻറ്റ്, റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ്? അപ്പോൾ ഇത് എൻഡോഴ്സ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് അറിയണം അല്ലേ. അപ്പം മാത്രമേ ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഏത് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻ്റ് ആണ് അലൗ ചെയ്യുന്നത്? എൻഡോസറിനെ കൺവേർട്ട് ചെയ്യാൻ സ്പെസിഫിക് പേ ലേറ്റർ. അപ്പോൾ അതായത് ഒരു റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്പെസിഫിക് ആയിട്ട് പിന്നെ മാറ്റാൻ പറ്റുമോ, കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു സ്പെസിഫിക്കേഷനും പറയാതെ ഒരു കണ്ടീഷനും പറയാത്ത ഒരു ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ള എൻഡോഴ്സ്മെൻ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എൻഡോഴ്സ്മെൻറ്റ് ബ്ലാങ്ക് ആണെങ്കിൽ മാത്രമേ പിന്നീട് അതിനെ ഒരു പിന്നെ കണ്ടീഷണൽ എൻഡോഴ്സ്മെൻറ്റോ അല്ലെങ്കിൽ ഫുൾ എൻഡോഴ്സ്മെൻറ്റോ ആക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയണത്. അപ്പോൾ നമുക്ക് എൻഡോഴ്സ്മെൻറ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻഡോഴ്സ്മെൻറ്റിൻ്റെ സെക്ഷൻ പറയുന്നത് എവിടെയാണ് എൻഡോഴ്സ്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 15 അല്ലേ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റിൽ സെക്ഷൻ 15 എന്തിനെക്കുറിച്ച് പറയണത്? എൻഡോഴ്സ്മെൻറ്റിനെ കുറിച്ച് പറയണത് അല്ലേ. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്ക് കേൾക്കണ പോലെയല്ല. പ്രോസസ് ഓഫ് പുട്ടിങ് സിഗ്നേച്ചർ ബൈ ദ ഹോൾഡർ ഐദർ ഒന്നെങ്കിൽ ബാക്ക് സൈഡിലാവാം, അല്ലെങ്കിൽ ഫേസിലാവാം, അല്ലെങ്കിൽ ബാക്കിൽ എവിടെ വെച്ചാൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ സ്ഥലമില്ല വെച്ചാൽ സ്ലിപ്പ് ഓഫ് പേപ്പർ അറ്റാച്ച് ചെയ്തും, ഇനിയിപ്പോൾ അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് ആൾക്ക് വയ്ക്കണമെങ്കിൽ അങ്ങനെയും ആവാം. അത് നെഗോഷിയേഷന് വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിനെയാണ് എൻഡോഴ്സ്മെൻറ്റ്. അപ്പോൾ ഈ പുട്ടിങ് സിഗ്നേച്ചർ ബൈ ദ ഹോൾഡർ അതാണ് ഈ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് പുട്ടിങ് സിഗ്നേച്ചർ ബൈ ദ ഹോൾഡർ. മിക്കവാറും ബാക്കിലായിരിക്കും ചെയ്യുക, കൂടുതലും ബാക്കിലാണ് ചെയ്യാറ്. ഐദർ ഓൺ ദ ബാക്ക് അല്ലെങ്കിൽ ഓൺ ദ ഫേസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്, അല്ലെങ്കിൽ ഒരു പേപ്പർ സ്ലിപ്പ് ഓഫ് പേപ്പർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും നെഗോഷിയേഷന് വേണ്ടിയിട്ട്, അങ്ങനെയാവാം. അപ്പോൾ ഈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ക്ലിയർ ആയി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ ഈ എൻഡോഴ്സ്മെൻറ്റ് ഇൻ ബ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്തു മാത്രമേ എൻഡോഴ്സ് ചെയ്യുന്നുള്ളൂ, സൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, പ്രത്യേകിച്ച് ഒന്നും എഴുതുന്നില്ല. സൈൻ മാത്രം ഇടുന്നതിനാണ് ഈ എൻഡോഴ്സ്മെൻറ്റ് ഇൻ ബ്ലാങ്ക് എന്ന് പറയുക കേട്ടോ.
അപ്പോൾ അതിനെ നമുക്ക് ഫുൾ എൻഡോഴ്സ്മെൻ്റ് ആക്കാൻ പറ്റും. എങ്ങനെയാണ് ഫുൾ എൻഡോഴ്സ്മെൻ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ എൻഡോഴ്സ്മെൻ്റ് എങ്ങനെയാണ് ആക്കുക, സ്പെസിഫിക് എങ്ങനെയാക്കുക? എങ്ങനെയാ വെച്ചാൽ അവിടെ ഒരു ആളുടെ പേരെഴുതുക. അപ്പോൾ പേ ടു എക്സ് എന്ന് എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതെന്തായി, അത് ആ എക്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പേ ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സിനാണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എൻഡോഴ്സ്മെൻറ്റ് പൂർണ്ണമായി അല്ലെങ്കിൽ എൻഡോഴ്സ്മെൻറ്റ് സ്പെസിഫിക്കായി, സ്പെഷ്യലായി എന്ന് പറയാം. അപ്പോൾ അതാണ് ഇവിടെ പറയണത് കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാ ഉത്തരമായിട്ട് വരിക? എൻഡോഴ്സ്മെൻറ്റ് ഇൻ ബ്ലാങ്ക് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് ഇൻ ബ്ലാങ്ക് ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് എൻഡോഴ്സ്മെൻറ്റിന് ഫുള്ള് മനസ്സിലായി. ഫാക്കൾട്ടേറ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്താണ്? ഫാക്കൾട്ടേറ്റീവിൽ എന്താ പറയണത്? ഫാക്കൾട്ടേറ്റീവിൽ അദ്ദേഹം വേവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്താണ് വേവ് ചെയ്യുന്നത്? ആ ഒരു റിസീവ് ചെയ്യുക. ഡിസോണർ ചെയ്ത് കഴിഞ്ഞാൽ റിസീവ് ഇങ്ങേർക്ക് കൊടുക്കണം, അക്നോളജ്മെൻറ്റ് അറിയിപ്പ് കൊടുക്കണം അല്ലേ. അപ്പോൾ അത് വേവ് ചെയ്യുന്നതാണ് എന്ത്? ഫാക്കൾട്ടേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രത്യേകം നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് എന്ന് പറയുന്ന എൻഡോഴ്സ്മെൻ്റ് ആണ് ഫാക്കൾട്ടേറ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇഫ് ദ എൻഡോസർ വേവ്സ് ദ ഡ്യൂട്ടി ഓഫ് ദ എൻഡോസി, എൻഡോസിയുടെ ആ ഒരു ഡ്യൂട്ടീനെ എൻഡോസർ വേവ് ചെയ്തിരിക്കുകയാണ്. ഏത് ഡ്യൂട്ടീനെ? ടു സെർവ് ദ നോട്ടീസ് ഓഫ് ഡിസോണർ. ഡിസോണർ ആയാൽ നോട്ടീസ് കൊടുക്കാനുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീനെ വേവ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ് എൻഡോസർ. അത്തരത്തിലുള്ള എൻഡോഴ്സ്മെൻറ്റിനെയാണ് ഫാക്കൾട്ടേറ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്താണ്? റെസ്ട്രിക്റ്റീവിൽ ഫർദർ എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ നെഗോഷിയേഷൻ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് എന്ത്? റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അത് എൻഡോഴ്സ്മെൻറ്റ് വിച്ച് റെസ്ട്രിക്ട്സ് ഒന്നെങ്കിൽ പ്രൊഹിബിറ്റ്സ്. ഫർദർ എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഫർദർ നെഗോഷിയേഷൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യുന്ന എൻഡോഴ്സ്മെൻറ്റിനെയാണ് എന്ത് പറയുക? റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുക. ഫാക്കൾട്ടേറ്റീവ് പറഞ്ഞു, ഫാക്കൾട്ടേറ്റീവിൽ വേവ് ചെയ്യാണ്. എന്താണ് വേവ് ചെയ്യുന്നത്? ആരുടെ ഡ്യൂട്ടിയാണ് വേവ് ചെയ്യുന്നത്? ഡ്യൂട്ടി ഓഫ് ദ എൻഡോസി ടു സെർവ് ദ നോട്ടീസ് ഓഫ് ഡിസോണർ ടു ദ എൻഡോസർ. അത് പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും ഇൻ ദ വേർഡ്സിൽ. എങ്ങനെ എഴുതിയിട്ടുണ്ടാവുക? നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് എന്ന് കാണിക്കുന്ന എൻഡോഴ്സ്മെൻ്റ് ആണ് ഫാക്കൾട്ടേറ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അറിയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് കസ്റ്റമർ ഇൻ കേസ് ഓഫ് കളക്ഷൻ ഓഫ് ചെക്ക്? ചെക്കിൻ്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. ചെക്കിൻ്റെ കേസിൽ ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡെറ്റർ ക്രെഡിറ്റർ ആണോ, പോണർ പോണിയാണോ, ട്രസ്റ്റി ബെനഫിഷ്യറി ആണോ, ഏജൻറ്റ് പ്രിൻസിപ്പൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്? ബാങ്കർ കസ്റ്റമറും ചെക്ക് കളക്ട് ചെയ്തിട്ട് ഇയാൾ മാറാൻ പോവുമല്ലേ. മാറാൻ പോകുമ്പോൾ ഇത് ആരാണ്? ഒരു ഏജൻ്റായിട്ടാണ് ഇവിടെ ബാങ്ക് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെക്ക് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ ചിലപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഒരു RD ഉള്ള ആളാണ്. പോസ്റ്റ് ഓഫീസിൽ RD ഉള്ള ആൾക്ക് SBIയുടെ ചെക്കാണ് കൊടുക്കുക കൂടുതലായിട്ടും. SBIയുടെ ചെക്ക് വന്നു. SBIയുടെ ചെക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് SBIയിൽ അക്കൗണ്ട് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പിടിച്ചിരിക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ നമ്മുടെ എവിടെ ഫെഡറൽ ബാങ്കിലോ അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ഏതെങ്കിലും പ്രൈവറ്റ് ബാങ്കിലോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിലോ എവിടെയാണോ അക്കൗണ്ട് ഉള്ളത് അവിടെ കൊണ്ടു കൊടുക്കും അല്ലേ. അപ്പോൾ അവരത് മാറിയിട്ട് കാശാക്കിയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടും. അങ്ങനെയാണ് നാച്ചുറലി നമ്മൾ ചെയ്യുക. അപ്പോൾ അവരാണ് കളക്ഷന് കൊടുക്കുക, അവരാണ് അത് മാറിത്തരിക. അല്ലാതെ നമ്മൾ നേരിട്ട് SBIയിൽ പോയിട്ട് അത് മാറിത്തരുമെന്ന് പറഞ്ഞാൽ അവർ മാറിത്തരില്ല. അതാണ് പറഞ്ഞത്. ബാങ്കും കസ്റ്റമറും തമ്മിൽ കളക്ഷൻ ഓഫ് ചെക്കിൻ്റെ കേസിൽ റിലേഷൻഷിപ്പ് വരുമ്പോൾ അവർ നമ്മുടെ ഏജൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ബന്ധം എന്താണ്? ഏജൻറ്റ് പ്രിൻസിപ്പൾ എന്ന ബന്ധമാണ് ഇവിടെ പ്രായോഗികമായിട്ടുള്ളത്. പിന്നെ ഡെറ്റർ ക്രെഡിറ്റർ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഡെറ്റർ ക്രെഡിറ്റർ ഡെപ്പോസിറ്റ് അക്കൗണ്ടിൻ്റെ കേസിൽ ഡെറ്റർ ക്രെഡിറ്റർ തന്നെയാണ് വരിക അല്ലേ, അറിയണതായിരിക്കും. പോണർ പോണി ഏത് സമയത്താണ്? ഈ പ്ലഡ്ജിലെ കേസിലാണ് പോണറും പോണിയൊക്കെ വരിക. പിന്നെ ട്രസ്റ്റി ബെനഫിഷ്യറിക്ക് ഒരുപാട് കേസസ് ഉണ്ട് അല്ലേ. കസ്റ്റഡി വാല്യുബിൾസൊക്കെ കസ്റ്റഡിയിൽ വെക്കുക, നമ്മുടെ കളഞ്ഞു പോയ വല്ല സാധനങ്ങളും ബാങ്ക് സേഫായിട്ട് സൂക്ഷിച്ച് വെക്കുക. അങ്ങനത്തെ പല കേസിലും ബാങ്ക് എന്താവും? ട്രസ്റ്റി ആവും. നമ്മൾ ബാങ്കിൻ്റെ ബെനഫിഷ്യറി ആവും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള കേസസ്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് വരുന്നത്
ഇഫ് എ ചെക്ക് ഈസ് ക്രോസ്ഡ് ആസ് അക്കൗണ്ട് പേ ആയിട്ട് ക്രോസ് ചെയ്ത ഒരു ചെക്ക്, ഇത് ആർക്കുള്ള ഡയറക്ഷൻ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ആർക്കുള്ള ഡയറക്ഷനാണ്. അപ്പോൾ ആദ്യം ആർക്കുള്ള ഡയറക്ഷൻ ആണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ അക്കൗണ്ട് പേ ക്രോസിങ് എന്താണ് എന്നറിയണം. എങ്കിൽ മാത്രമല്ല നമുക്കത് ആർക്കുള്ള ഡയറക്ഷൻ ആണെന്ന് മനസ്സിലാവുള്ളൂ. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് പേയിങ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്, കളക്റ്റിംഗ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്, പേയിങ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ഡ്രോയർ പേയിങ് ആൻഡ് കളക്റ്റിംഗ് ബാങ്ക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെക്ക് ക്രോസ്ഡ് ചെക്ക് അക്കൗണ്ട് പേ ക്രോസിങ് എന്നത് എന്താണെന്ന് നോക്കാം നമുക്ക്. അക്കൗണ്ട് പേ ക്രോസിംഗ് എന്ന് വെച്ചാൽ ഇതൊരു ചെക്കിന് ഫർദർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ത് അക്കൗണ്ട് പേ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ പ്രതിപാദിക്കാത്ത ക്രോസിംഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ സെക്ഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഇതാണ് അക്കൗണ്ട് പേയിൽ സെക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് NA ആക്ടിൽ പ്രതിപാദിച്ചിട്ടില്ല എന്ന് പറയണത് കേട്ടോ. അങ്ങനെ പറയാറുണ്ട്. പിന്നെ അക്കൗണ്ട് പേ ക്രോസിംഗ് എന്താണെന്ന് വെച്ചാൽ ഒരു കളക്റ്റിംഗ് ബാങ്ക് ഷുഡ് കളക്ട് ദ എമൗണ്ട് ഓഫ് ദ ചെക്ക്. കളക്റ്റിംഗ് ബാങ്ക് എമൗണ്ട് കളക്ട് ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ SBIയുടെ കേസ് പറഞ്ഞ പോലെ നമ്മുടെ ബാങ്ക് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, എമൗണ്ട് ഓഫ് ദ ചെക്ക് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു അല്ലേ, നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു ഇൻ ദ സെയിം അക്കൗണ്ട് ഓഫ് ദ പേയി നെയിംഡ് ഇൻ ദ ചെക്ക്. ചെക്കിൽ പറഞ്ഞിട്ടുള്ള പേയിയുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു, അങ്ങനെയാണ് പറയണത്. അപ്പോൾ അക്കൗണ്ട് ഓഫ് ദ പേയി നെയിംഡ് ഇൻ ദ ചെക്ക്. ഓക്കെ, അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്താണ്? ഇതൊരു കോഷനാണ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനാണ്. ആർക്കുള്ള? കളക്റ്റിംഗ് ബാങ്കറാണ് ശ്രദ്ധിക്കേണ്ടത്. അക്കൗണ്ട് പേയി എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ള ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാൻ പാടുള്ളൂ. ഇറ്റ് ഈസ് ഒരു മോസ്റ്റ് സേഫസ്റ്റ് ക്രോസിംഗ് ആണ് കേട്ടോ. വളരെ മോസ്റ്റ് ആയിട്ടുള്ള സേഫസ്റ്റ് ക്രോസിംഗ് ആണത്. പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് വേറെ ആരെങ്കിലും വന്നാൽ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അക്കൗണ്ടിലൂടെ മാത്രമേ പണം കൊടുക്കുള്ളൂ. ആ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ അക്കൗണ്ടിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുള്ളൂ. ആ പറഞ്ഞിട്ടുള്ള പേയി നെയിംഡ് ഇൻ ദ ചെക്കിൻ്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇത് ആരുടെ ശ്രദ്ധയ്ക്കുള്ളതാണ്? കളക്റ്റിംഗ് ബാങ്കറുടെ ശ്രദ്ധയ്ക്കുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രൊവിഷണൽ വന്നപ്പോൾ പ്രൊവിഷണൽ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ D ആണ്. ഡ്രോയർ പേയിങ് ആൻഡ് കളക്റ്റിംഗ് ബാങ്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതെന്ത് സംഭവമാണെന്ന് മനസ്സിലായില്ല. നോക്കുമ്പോൾ നമുക്ക് തോന്നണത് ഇത് പേയി കളക്റ്റിംഗ് ബാങ്ക് എന്നല്ലേ ഉത്തരമായിട്ട് വരിക എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം പേയി കളക്റ്റിംഗ് ബാങ്ക് എന്ന് പഠിക്കണു. നമുക്ക് ലാസ്റ്റ് ഫൈനൽക്ക് വരുമല്ലോ, അപ്പോൾ ഒന്ന് തിരുത്തി പഠിക്കാം കേട്ടോ. ഇനി ഇതിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ. പക്ഷേ CSEBയുടെ ആൻസർ കീ ഇതാണ് കേട്ടോ. CSEBയുടെ ആൻസർ കീ ഡ്രോയർ പേയിങ് ആൻഡ് കളക്റ്റിംഗ് ബാങ്കർ എന്നാണ്. എന്ത് CSEB കൊടുത്തിട്ടുള്ള ആൻസർ കീ. CSEBയുടെ ആൻസർ കീ ബ്ലൂ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പഠിക്കുന്ന ഫാക്റ്റ് വെച്ച് നോക്കുമ്പം പേയി കളക്റ്റിംഗ് ബാങ്കാണ് കറക്റ്റായിട്ട് വരുന്നത്. പേയിക്കാണ്, പിന്നെ കളക്റ്റിംഗ് ബാങ്കർക്കാണ് അതൊരു ഡയറക്ഷൻ എന്ന് പറയണത്. ഇവിടെ കളക്റ്റിംഗ് ബാങ്ക് ഉണ്ട്, പക്ഷേ പേയിങ് ബാങ്കും ഉണ്ട്, ഡ്രോയറിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ ഒരു അതുണ്ട്, അപ്പോൾ അത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഫൈനൽക്ക് വരുമ്പോൾ ഒന്ന് തിരുത്തി പഠിക്കാം എന്തായാലും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പം ഇൻ ടേംസ് ഓഫ് റിവൈസ്ഡ് KYC ഗൈഡ് ലൈൻ, KYCയുടെ ഗൈഡ് ലൈൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, പുതുക്കാറുണ്ട് അല്ലേ, റിവൈസ് ചെയ്യാറുണ്ട്. KYCയുടെ ഗൈഡ് ലൈൻസൊക്കെ പുതുക്കി കൊണ്ടുവരും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെ റിവൈസ്ഡ് ഒരു മാസ്റ്റർ ഡയറക്ഷൻ ഇറക്കാറുണ്ട്. 2016 ഇപ്പോൾ ഒരു മാസ്റ്റർ ഡയറക്ഷൻ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെൻ്റ് ഏതാണെന്ന് OVD എന്നറിയപ്പെടും. ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെൻ്റ് നെയിം ആൻഡ് അഡ്രസ് പ്രൂഫ് ഓഫ് ദ കസ്റ്റമർ ആണ് ഉദ്ദേശിക്കുന്നത്. KYC ഗൈഡ് ലൈൻസ് നമ്മൾ സാധാരണ എന്താ കൊടുക്കുക, 2 ഫോട്ടോയും പിന്നെ എന്തു കൊടുക്കും, എന്താ കൊടുക്കുക KYCയിൽ കൊടുക്കുന്നത്? ആധാർ കാർഡിൻ്റെ കോപ്പിയാണ് കൊടുക്കുക അല്ലേ. ഇപ്പോൾ കൊടുക്കുക ആധാർ കാർഡിൻ്റെ കോപ്പിയാണ്. ആദ്യമൊക്കെ നമ്മൾ കൊടുത്തിരുന്നത് വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡിൻ്റെ കോപ്പിയായിരുന്നു പണ്ട് കൊടുത്തായിരുന്നത്. പക്ഷെ അത് മാത്രമല്ല, അതുകൂടാതെ 6ഓളം ഡോക്യുമെൻറ്റ്സ് വേറെ കൊടുക്കാൻ പറ്റും കേട്ടോ. 6ഓളം ഡോക്യുമെൻറ്റ്സ് വേറെ ഈ ഒരു മാസ്റ്റർ ഡയറക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ കൊടുക്കാം ഏതൊക്കെ കൊടുക്കാൻ പാടില്ല എന്ന്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലാത്തത് ഏത്? അപ്പോൾ ആദ്യം ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം നമുക്ക്. ഒഫീഷ്യലി വാല്യൂ ഡോക്യുമെൻറ്റിൽ പാസ്പോർട്ട് പെടും. അപ്പോൾ ഇവിടെ പാസ്പോർട്ട് ഉണ്ട്, അത് പെടും. ഡ്രൈവിംഗ് ലൈസൻസ് പെടും, ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അതും പെടും. പിന്നെ അതുപോലെ തന്നെ ആധാർ നമ്പർ
ആധാർ നമ്പറോട് കൂടിയ രേഖ പറ്റും. അപ്പോൾ ആധാർ കാർഡ് പറ്റും. പിന്നെ വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂഡ് ബൈ പറഞ്ഞുവല്ലോ, ഇലക്ഷൻ കമ്മീഷൻ്റെ പറഞ്ഞു. ജോബ് കാർഡ്, അതായത് ഈ നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പോലെ തന്നെ നഗരത്തിൻ്റെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ ഓഫീസർ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഓഫീസർ സൈൻ ചെയ്ത ഈ ഒരു ജോബ് കാർഡുകളുണ്ടാവും, അത് പറ്റും. പിന്നെ അതുപോലെ തന്നെ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ കൊടുക്കുന്ന ലെറ്ററുകൾ, അതും പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും രേഖകൾ പറ്റും. എന്ത് പറ്റില്ല? പാൻ കാർഡ് പറ്റില്ല. നമ്മൾ പാൻ കാർഡ് കൊടുക്കണ കാരണം നമുക്ക് അറിയില്ല പാൻ കാർഡ് അതിനുള്ളതല്ല കേട്ടോ. ടാക്സുമായി ബന്ധപ്പെട്ട അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നതാണ് പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ കാർഡ്. അപ്പോൾ ഇതിൽ പാൻ കാർഡ് വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ കാർഡ് അഥവാ പാൻ കാർഡാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ OVDയിൽ എന്തൊക്കെ പറ്റും? വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡ് പറ്റും, ഡ്രൈവിംഗ് ലൈസൻസ് പറ്റും, പാസ്പോർട്ട് പറ്റും, പിന്നെ ആധാർ കാർഡ് പറ്റും. പിന്നെ എന്താ പറ്റുക? പിന്നെ NRE GA പ്രകാരമുള്ള ജോബ് കാർഡുകൾ പറ്റും. പിന്നെ അതുപോലെ തന്നെ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസർ സൈൻ ചെയ്തതായിരിക്കണം കേട്ടോ. പിന്നെ അതുപോലെ നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രി സൈൻ ചെയ്ത ലെറ്ററുകൾ പറ്റും. ഇത്രയാണ് പറ്റുന്ന സംഭവങ്ങൾ. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബാങ്കിങ് ഓംബുഡ്സ്മാനെ സംബന്ധിക്കുന്നതാണ് അടുത്ത ചോദ്യം. ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ. ബാങ്കിങ് ഓംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ് ബാങ്കിങ് ഓംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? RBI ആണോ, IBA ആണോ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണോ, അതോ SEBI ആണോ? അപ്പോൾ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആൾ തന്നെയാണ് ഉത്തരം. RBI തന്നെയാണ് അല്ലേ? RBI തന്നെയാണ് ഉത്തരമായിട്ട് വരുന്നത്. RBI തന്നെയാണ് ബാങ്കിങ് ഓംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലിപ്പോൾ പുതുതായിട്ട് പിന്നെ ബാങ്കിങ് ഓംബുഡ്സ്മാന് വൺ നാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വന്നു. അതുകൊണ്ട് തന്നെ പുതുക്കിയ ഓംബുഡ്സ്മാൻ സ്കീമാണ് 2021 വന്നിട്ടുള്ളത്. അപ്പോൾ അതുപ്രകാരമാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതുപ്രകാരം ഇന്ത്യയിൽ 22 ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ബാങ്കിങ് ഓംബുഡ്സ്മാൻ എത്ര ഉണ്ടെന്നാണ് പറയുന്നത്? ഇന്ത്യയിൽ 22 ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ആദ്യം പറഞ്ഞിട്ടുള്ളത് 2006 സ്കീമായിരുന്നു പണ്ട്. അപ്പം അന്നൊക്കെ ഓരോ NBFCക്ക് ഓരോ ഓംബുഡ്സ്മാൻ്റെ സ്കീം, അങ്ങനെ ഓരോ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് ആക്ടിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേറെ ഓംബുഡ്സ്മാൻ്റെ സ്കീം, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പോലെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഒരു സൈഡിൽ, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിരുന്നു ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. പക്ഷേ 2021 ഈ അതായത് വൺ നാഷൻ വൺ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞ സ്കീം കൊണ്ടുവരികയാണ് 2021. അപ്പോൾ എല്ലാവരെയും ഈ ഒരു കൊടക്കീഴിലാക്കുകയാണ്. എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങളെയും വൺ നാഷൻ വൺ ഓംബുഡ്സ്മാൻ എന്ന അപ്രോച്ച് വെച്ചിട്ട് എല്ലാ സ്ഥാപനങ്ങളെയും ഒറ്റ കൊടക്കീഴിലാക്കി ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021 കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ സ്കീം എന്താണ്? RBI ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ ഓംബുഡ്സ്മാൻ സ്കീം കോൾഡ് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021. എന്താണ്? 12/11/2021. ഒരു ഫാൻസി നമ്പർ പോലത്തെ നമ്പറാണ്. 12/11 പഠിക്കാൻ എളുപ്പമാണ്. 12/11/2021 അല്ലേ? അപ്പോൾ എല്ലാ സംഭവം, അതായത് ക്രെഡിറ്റ് ഇൻഫോർമേഷൻ കമ്പനീസ് പെടും, പേയ്മെൻറ്റ് സിസ്റ്റത്തിലുള്ള പാർട്ടിസിപ്പൻസ് പെടും, NBFCs പെടും. ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു പൂർണ്ണമായ ഓംബുഡ്സ്മാൻ സ്കീമാണ് ഈ ഒരു 2021 അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ ഓംബുഡ്സ്മാൻ്റെ ചെലവുകൾ, അതുമായി ബന്ധപ്പെട്ട ചെലവുകൾ ആരാണ് വഹിക്കുക എന്ന ചോദ്യം പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കാണാറുണ്ട്. RBI തന്നെയാണ് ചെലവുകൾ വഹിക്കുക കേട്ടോ. ചെലവുകൾ വഹിക്കുക ആരാണ്? RBI ആണ് വഹിക്കാറ്. മാക്സിമം കോമ്പൻസേഷൻ ചോദിക്കാറുണ്ട്. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 20 ലക്ഷമാണ് മാക്സിമം കോമ്പൻസേഷൻ. പണ്ടത്തെ ആക്ട് പറയുകയാണെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം അന്ന് 2006 ഒരു ആക്ട് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ NBFCക്ക് 2018 സെപ്പറേറ്റ് ആക്ട് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്, പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നത് 2019 ആക്ട് വെച്ചിട്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം എല്ലാം കൂടി എന്തായി? ഈ ഒരു ക്ലിയറൻസിനെല്ലാം നടക്കുന്നത് ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ ഒരു വിൻഡോയിലൂടെ, സിംഗിൾ വിൻഡോയിലൂടെയാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ കാര്യം പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന മേഖലയാണ്. ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ കാലാവധി 3 വർഷമാണ്. 35A എന്ത് പറയുന്നത്? ബാങ്കിങ് ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ടിട്ട് BR ആക്ടിലാണ് കേട്ടോ. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ 35A പറയുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ചീഫ് ജനറൽ മാനേജർ അല്ലെങ്കിൽ ജനറൽ മാനേജർ സീനിയർ ഒഫീഷ്യൽ ആയിരിക്കും ആരാവുക?
ഈ ഒരു ഓംബുഡ്സ്മാനായി മാറുക അല്ലേ, ഓംബുഡ്സ്മാൻ ആവുക. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് RBI എന്നാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. പണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് RBI എന്ന പേരിലാണ് ഇപ്പോൾ. അപ്പോൾ 2 പോസ്റ്റും ഒന്ന് ഓർത്ത് വയ്ക്കുക. അത്രയൊക്കെയാണ് നമുക്ക് ബാങ്കിങ് ഓംബുഡ്സ്മാനെ കുറിച്ച് പെട്ടെന്ന് ഒന്ന് നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ഒരുപാട് പോയിന്റുകളുണ്ട്, നമുക്ക് വഴിയെ പഠിക്കാം. പിന്നെ ഡെഫ് അക്കൗണ്ട് എന്താണെന്നുള്ള, ഡെഫ് അക്കൗണ്ടിൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിട്ടുള്ളത്. ഡെഫ് അക്കൗണ്ടിൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിട്ടുള്ളത്. RBIയിലാണ് ഈ ഡെഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് ഫണ്ട് എന്നാണ് എന്തിൻ്റെ ഫുൾ ഫോമായിട്ട് വരുന്നത്, ഡെഫ് അക്കൗണ്ടിൻ്റെ ഫുൾ ഫോമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡെഫ് അക്കൗണ്ട്? ഡെഫ് അക്കൗണ്ട് എന്താണെന്ന് നമുക്ക് പഠിച്ചിരിക്കണം അല്ലേ. അതായത് ഇപ്പോൾ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകൾ, ആരും അവകാശപ്പെടാനില്ലാതെ കിടക്കുന്ന ഡെപ്പോസിറ്റുകളാണ് ഈ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുക. ഒന്നെങ്കിൽ ട്രാൻസ്ഫറൊക്കെ വാങ്ങിപ്പോയി, അങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ ബോംബെയിൽ ജോലിയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പൂനെയിൽ ജോലിയുള്ള ആൾക്കാരോ അവിടെ അക്കൗണ്ട് ഉണ്ടായിരുന്നു, അവിടെ പൈസ ഉണ്ടായിരുന്നു, നാട്ടിലേക്ക് പെട്ടെന്ന് വരണം തോന്നി വന്നു, അങ്ങനെ വല്ല അപകടം ഉണ്ടാവുമേ. അപ്പോൾ അവർക്ക് അവിടെ അക്കൗണ്ട് ഉണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് അറിയില്ല, ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയില്ല, അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ അയാൾ തന്നെ മറന്നു പോവാം അങ്ങനെ ഒരു അക്കൗണ്ട് ഉള്ള കാര്യം. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ കുറച്ച് നാൾ കിടക്കുകയാണ്. അങ്ങനെ 10 വർഷത്തിൽ കൂടുതൽ കിടന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും, ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അതിനെ RBIനെ അറിയിക്കണം. എത്ര നാൾക്കൊക്കെ അറിയിക്കണം എന്നാണ് പറയണത്, ആ ഒരു ടൈം പറയാറുണ്ട്. അവർ അറിയിച്ചിട്ട് ഈ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് RBIക്ക് കൊടുക്കണം കേട്ടോ. RBIക്ക് 3 മാസത്തിനകം എക്സ്പയറി, ഈ 10 ഇയറിൻ്റെ പീരീഡ് എക്സ്പയറി ആവുന്ന മുറയ്ക്ക് തന്നെ ഇവരെ അറിയിച്ചിട്ട് അവിടേക്ക് മാറ്റണം എന്നാണ് പറയണത് കേട്ടോ. അങ്ങനെയാണ് പറയുക. അങ്ങനെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എന്തായി, വിത്തിൻ 30 ഡേയ്സ് ക്ലോഷർ ഓഫ് ഈച്ച് കലണ്ടർ ഇയർ, ഓരോ 30 ദിവസം, അതായത് കലണ്ടർ ഇയർ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ഓരോ കലണ്ടർ ഇയർ ക്ലോസ് ചെയ്യുമ്പോഴും 10 വർഷത്തിൽ കൂടുതലുള്ള അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, RBIക്ക് ഈ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് മാറ്റണം. 10 ഇയേഴ്സ് ആൻഡ് എബവ് എന്നാണ് പറഞ്ഞത് കേട്ടോ. 10 വർഷം അത് കൂടുതലും കിടക്കുന്ന അക്കൗണ്ടുകൾ മാറുകയാണ്. അപ്പോൾ ഇവിടെ അതായത് ഈ 30 ദിവസം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3 മാസം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്ക് ഷാൾ റെമിറ്റ് ദ ഫണ്ട്സ് ലേയിങ് ഇൻ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ടു RBI വിത്തിൻ 3 months ഫ്രം ദ എക്സ്പയറി ഓഫ് ദ 10 ഇയേഴ്സ് പീരിയഡ്. ഈ 10 ഇയേഴ്സ് പീരിയഡിന് ഉള്ളിൽ വിത്തിൻ 3 months RBIക്ക് അടയ്ക്കണം എന്നാണ് പറയണത് കേട്ടോ. മറ്റേത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം സംഭവം. പിന്നെ അടയ്ക്കും വേണം. ഈ 3 മാസത്തിനകം അടയ്ക്കണം. അത് കഴിഞ്ഞ് അടച്ചു. അപ്പോൾ ഇവരെന്തിനാണ് ഈ ഫണ്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് എന്ന് പറഞ്ഞ പർപ്പസിന് വേണ്ടിയിട്ടാണ് ആരിത് ഉപയോഗിക്കുന്നത്, ഡെഫ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഇതിൽ പഠിക്കേണ്ടത് സെക്ഷൻ 26A ആണ് ഡെഫ് അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് പഠിച്ചിരിക്കണം. സെക്ഷൻ 26Aയിലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്, ഡെഫ് അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇനി ഏതെങ്കിലും ഡെപ്പോസിറ്ററോ നോമിനിയോ ലീഗൽ ഹെയറിനോ ഒക്കെ മനസ്സിലാവുകയാണ് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന്. സംഭവം കുറച്ച് കഴിയുമ്പോൾ ഓർമ്മ വരാം. അല്ലെങ്കിൽ രേഖകളൊക്കെ ഇയാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇയാളുടെ രേഖകൾ ലഭിക്കുക അല്ലേ. രേഖകൾ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ന ബാങ്കിൽ ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര പൈസ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ക്ലെയിം പിന്നെ ഉന്നയിച്ചിട്ട് നമുക്ക് ആ ബാങ്കിനെ സമീപിക്കാവുന്നതാണ്. ബാങ്കിനെ സമീപിച്ചു കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യും, RBIക്ക് റിപ്പോർട്ട് ചെയ്യും. അത് പ്രിസ്ക്രൈബ്ഡ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമുക്ക് പെയ്ഡ് ബാക്ക് ചെയ്യും കേട്ടോ. അല്ലാതെ അവരത് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊന്നുമില്ല, നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു തരും. എലോങ് വിത്ത് ഇൻട്രസ്റ്റ് ആണ് തരിക. ഇപ്പോൾ ആ ഇൻട്രസ്റ്റ് 3% ആണ്. 11/5/2021 മുതലാണ് എന്തുള്ളത്, ഈ ഒരു ഇൻട്രസ്റ്റ് ഇത്ര രൂപ ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. 11/5/2021 ആ ഒരു ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. അത് തൊട്ടിട്ടാണ് ഈ ഒരു 3% എന്നിട്ടുള്ളത്. പിന്നെ ഈ സെക്ഷൻ 26A BR ആക്ടിലെ സെക്ഷൻ 26A ആണ് ഡെഫ് അക്കൗണ്ട്. 26 അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്, റിപ്പോർട്ടിംഗ് ഓഫ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് എന്നാണ് 26. 26A ഡെഫ് അക്കൗണ്ട് എന്ന പേരിൽ തന്നെയാണ്. അപ്പോൾ ഈ രണ്ടും 26 സെക്ഷൻ 26 സെക്ഷൻ 26Aയും ഒന്ന് ഓർത്ത് വയ്ക്കണം. പിന്നെ ശരിക്കും ഡേറ്റ് പറയുകയാണെങ്കിൽ മെയ് 24, 2014 തൊട്ടിട്ടാണ് ഈ ഒരു സിസ്റ്റം, ഡെഫ് അക്കൗണ്ടിൻ്റെ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക. അത്രയാണ് നമുക്ക് ഡെഫ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നത് പ്രോമിസറി നോട്ടാണ്. പ്രോമിസറി നോട്ട് വിച്ച് ഈസ് പേയബിൾ ആഫ്റ്റർ എ സർട്ടൻ പ്രീ ഡിസൈഡഡ് പീരിയഡിന് കൊടുക്കുന്ന പ്രോമിസറി നോട്ടുകളെ എന്താ പറയുക,
ഉസാൻസ് പ്രോമിസറി നോട്ടാണോ, ഡിമാൻഡാണോ, ഡിഫേർഡ് ആണോ, നൺ ഓഫ് ദി അബവ് ആണോ? അപ്പോൾ ഈ ഡെഫേർഡ് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാലും ഏകദേശം മീനിങ് ഒക്കെ അത്ര തന്നെയാണ്, ഒരു ഫ്യൂച്ചർ. പക്ഷേ പ്രോമിസറി നോട്ട് പൊതുവേ ഉസാൻസ് പ്രോമിസറി നോട്ട്, ഡിമാൻഡ് പ്രോമിസറി നോട്ട്, ഇങ്ങനെ രണ്ട് രീതിയിലാണ്. ടൈം പ്രോമിസറി നോട്ടും പിന്നെ ഡിമാൻഡും അങ്ങനെയാണ് കാണപ്പെടാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? ഉസാൻസ് പ്രോമിസറി നോട്ട് എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഡിഫേർഡ് പേയ്മെൻറ്റ് ഈസ് ആൻ അഗ്രിമെൻറ്റ് ദാറ്റ് അലൗസ് യു ടു റീപേ എ ഡെറ്റ് ലേറ്റർ. അതാണ് ഡിഫേർഡ് പേയ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോമിസറി നോട്ട് 2 പാർട്ടീസാണ്, മേക്കർ ഓഫ് ദ നോട്ടും പേയി ഉണ്ടായിരിക്കും അല്ലേ. പ്രോമിസറി നോട്ട് ഏതൊക്കെ ഉണ്ട്? ഡിമാൻഡ് പ്രോമിസറി നോട്ടും ഉസാൻസ് പ്രോമിസറി നോട്ടും ഉണ്ട്. ഡിമാൻഡ് പ്രോമിസറി നോട്ട് ഹാസ് ടു ബി പെയ്ഡ് ഇമ്മീഡിയറ്റ്ലി ഓൺ ഡിമാൻഡ്. എപ്പോൾ ചോദിക്കുന്നു അപ്പോൾ കൊടുക്കണം. ഉസാൻസ് പ്രോമിസറി നോട്ട് ആണെങ്കിലോ ഹാസ് ടു ബി പെയ്ഡ് ആഫ്റ്റർ സർട്ടൻ ടൈം പീരിയഡ്. കറക്റ്റ് ടൈം പീരിയഡ് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഉസാൻസ് പിന്നെ പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റനാണ് അതിൽ ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 10 ക്വസ്റ്റൻ ആണെങ്കിലും നമ്മൾ ധാരാളം റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോ ചോദ്യവും ഓരോ ടോപ്പിക്കാണെന്ന് മനസ്സിലാക്കി ആ ടോപ്പിക്കിനനുസരിച്ച് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ ബാക്കി ചോദ്യങ്ങളായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്